ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസും അതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ്റെയും വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ചോറിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണേ. ബസ്മതി റൈസിലാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കാനായി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. 2 കിലോ ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച അരിയിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അരി വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും വെന്ത് പോകരുത്, എന്നാലും അരി കടിക്കാനും പാടില്ല. അപ്പോൾ ഒരു 80-85% വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ല കറക്റ്റ് വേവിൽ തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഊറ്റിയെടുത്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ്. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരി വേവിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്താൽ. എന്തായാലും 3-4 ടീസ്പൂണോളം വരും. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള എല്ലാ പരിപാടികളും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കരിയാതെ സൂക്ഷിക്കണം. പിന്നെ ഉള്ളത് കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം വേവുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീൻസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബീൻസ് ഒരു 250 ml 2 കപ്പിൻ്റെ അടുത്ത് ബീൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ 2 കപ്പിൻ്റെ അടുത്ത് ക്യാരറ്റ് ഉണ്ടാവും, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള നമുക്ക് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരേക്കും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് സോയ സോസും ചില്ലി സോസും ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോവരുത്, ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് മുട്ടയുടെ ആവശ്യമുണ്ട്. ഒരു 8 മുട്ടകളും ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിന് നടുവിലായിട്ട് ഈ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. മുട്ടയുടെ കോട്ടിങ് വെജിറ്റബിൾസിലേക്കൊക്കെ കിട്ടുമ്പോൾ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുത്ത ചിക്കനാണിത്. അതൊന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട്
ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി, വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതായതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ആവാതെ തന്നെ ഫ്രൈഡ് റൈസ് നന്നായിട്ട് കിട്ടും. ഇനി ഒരു 1.5 കപ്പോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 ടീസ്പൂണ് സോയ സോസും അതുപോലെ തന്നെ 3 ടീസ്പൂണ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കിയെടുക്കാം. ചോറ് പൊടിഞ്ഞു പോവാതെ നോക്കണം, നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സോയ സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോയ സോസിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോറ് അധികം വേവാത്തതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഇനി അതെല്ലാം നിങ്ങളത് അഥവാ വെന്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൻ്റെ സൈഡ് രണ്ടും പിടിച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യില്ല, അതുപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുത്താൽ എല്ലായിടത്തേക്കും മിക്സായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അരിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല, നല്ല ഫ്രഷായിട്ട് നീളത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ സൈഡ് ഡിഷായിട്ട് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുക, കൂടുതൽ നല്ലത്. ഇതിപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1.5 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേൻ്റെ 2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഞാനൊരു 3-4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളറും കൂടി ചേർക്കുന്നുണ്ട്, നട്ട് ഫുഡ് കളറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ട് ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ പൊരിച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്താൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.25 കപ്പോളം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള കൂടുതലൊന്നും വഴന്ന് കിട്ടണ്ട. അപ്പോൾ ഒന്നിങ്ങനെ വഴന്ന് കിട്ടിയാൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ച ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായി പൊടിയായിട്ട് അരിയണ്ട, എന്നാൽ വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു
രീതിക്ക് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനൊരു 3 ടീസ്പൂൺ 4 ടീസ്പൂണോളം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ കൈവെക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി വരും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര തന്നെ ഗ്രേവി ഉണ്ടാവില്ല, നിങ്ങൾ കുറച്ചൊന്ന് കുറുക്കി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഗ്രേവി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.